എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ പേര് അർബൻ ലിവിങ് സോഫ ആൻഡ് കർട്ടൻ സെൻറ്റർ, പിന്നെ അർബൻ ടൂൾ സെൻറ്റർ, രണ്ടും കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഒരു 35 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ മെയിനായിട്ട് സോഫ, കർട്ടൻ, കസ്റ്റമേഴ്സ് സോഫകളാണ്. കസ്റ്റമർക്ക് എന്താണോ ആവശ്യം, സോഫ നമ്മുടെ ലിവിങ്ങിലേക്ക് വേണ്ടത്, അത് നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ റീവർക്കും നമ്മൾ അതിന്റെ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നമ്മൾ തന്നെ ചെയ്യും. പിന്നെ കസ്റ്റമർ തരുന്ന ഡിസൈനിൽ ഏത് മോഡലിലും ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. അത് അവരുടെ ചോയ്സാണ്, കസ്റ്റമറുടെ ചോയ്സാണ്. അവർക്ക് കൺസെപ്റ്റ് ഉണ്ടാവും, നമുക്ക് ഇന്ന മോഡൽ വേണം എന്നുള്ളത്. അതിലെന്തേലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് അതിൽ കൂട്ടി കൊടുത്തിട്ട് അത് അവരെ ഇഷ്ടപ്രകാരം ആക്കുകയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഒരു സോഫ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം എങ്ങനെയാണോ, ഏത് രീതിയിലാണോ, നല്ല ഹൈ ലെവലിലുള്ള സോഫ ആണെങ്കിൽ അതിന് മെയിനായിട്ട് വേണ്ടത് അതിന്റെ ഫ്രെയിമാണ്. ആ ഫ്രെയിം നല്ല മഹാഗണി വുഡ് അല്ലെങ്കിൽ അക്കേഷ്യ, ഈ രണ്ട് മരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ISOയിലുള്ള പ്ലൈവുഡും. ഇത് വുഡാണെങ്കിൽ നമ്മൾ വുഡ് പിന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് പിന്നെ നമ്മൾ മരം കേടുവരില്ല, കുത്തുക, അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വരാതിരിക്കാനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫോം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കുർലോന്റെ ഫോമാണ്, ആ ക്വാളിറ്റി ഉള്ളത്. കസ്റ്റമർ വന്നിട്ട് നമ്മളടുത്ത് ഒരു ഓർഡർ തന്ന് അവര് അത് ഉണ്ടാക്കിക്കൊണ്ടുപോയി അവര് തൃപ്തിപ്പെട്ട് അങ്ങനെ അവരുടെ കെയർ ഓഫിലാണ് നമുക്കിപ്പോ വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ റോമൻ, വെനീഷ്യൻ, പിന്നെ സീബ്ര, PVC, ഇതാണ് ഇപ്പൊ നമ്മൾ. പിന്നെ മറ്റേ തുണിയുടെ കർട്ടൻ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. കർട്ടനിൽ ഇപ്പോ റോമനും തുണിയുടെ കർട്ടനും അതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡായിട്ടുള്ളത്. പിന്നെ നമ്മളെ സാധാ ലെവലിലുള്ള സീബ്ര ലൈൻ ടൂൾസിന് വേണ്ടുന്ന അവർക്ക് വാടക സാധനങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. വലിയ റെന്റ് ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അടുത്തൊക്കെ ഇടയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ സോഫ മെയിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണ്. പിന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്തിരുന്നത് നമ്മള് സോഫ, പിന്നെ പുറത്ത് ചെയ്തിരുന്നത് ബുള്ളറ്റ് പ്രൂഫിന്റെ വണ്ടിയുടെ ഇന്റീരിയൽസ് ആണ്. നമ്മളെ മെയിൻ എന്താ വെച്ചാൽ സോഫ വർക്കാണ് നമ്മളൊരു അടിസ്ഥാനം. ആ പഴയ സോഫ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ ഒരു മടക്കുന്ന ഒരു സോഫ ഉണ്ടല്ലോ, പഴയ കാലത്തുള്ളത്, ആ കാലത്ത് തുടങ്ങിയതാണ് നമ്മള്. ആ കാലഘട്ടത്തിൽ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അന്നൊന്നും ഇപ്പൊ ഇങ്ങനത്തെ നമ്മള് കോർണർ സോഫ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അടുത്ത സ്റ്റെപ്പ് ഇതന്നെ വിപുലീകരിച്ചിട്ട് ഈ സോഫ ബിൽഡ് തന്നെയാണ് ഇനിയിപ്പോ അടുത്തത് നമ്മളെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ റെന്റിന്റെ സാധനങ്ങൾ കുറച്ച്, അതിലിപ്പോ എത്ര കാശ് ഇറക്കിയാലും കാണില്ല. റെന്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പിന്നെ വന്നുകൊണ്ടേയിരിക്കും സാധനം. അപ്പൊ അതും വിപുലീകരിക്കണം. പുതുതായിട്ട് ഒരാളും ഈ ഫീൽഡിൽ കടന്നു തന്നെ. ഇത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ട് ആരും വന്നില്ലെങ്കിൽ ഇത് പഴയ ആൾക്കാർ തുടർന്ന് അങ്ങനെ നിലച്ചു പോകാനുള്ള സംഭവമാണെന്ന് തോന്നുന്നത്. എന്താ വെച്ചാൽ ആരും പുതിയതായിട്ട് പഠിക്കണത്. ഇത് നല്ല സ്കോപ്പുള്ള സംഭവമാണ്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യപ്പെട്ട ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ സോഫ. ഫാമിലിയില് എനിക്ക് 4 മക്കളാണ്, 4 ആൺമക്കളാണ്. ഇപ്പോട്ട് തീർച്ചയായിട്ടും ഉണ്ട്. മക്കള് ഇപ്പൊ ഒഴിവുള്ള സമയത്തൊക്കെ കൂടെ വരും. പിന്നെ ജ്യേഷ്ഠന്റെ സപ്പോർട്ടുണ്ട്. ജ്യേഷ്ഠനാണ് നമ്മളെ ഈ ഫീൽഡിലേക്ക് കൊടുക്കുന്നത് തന്നെ, എന്റെ മൂത്ത ജ്യേഷ്ഠൻ. ഒരു പഴയ പന്നത്തെ കാലത്തെ ഒരു സോഫ പിന്നെ കട തുടങ്ങി. മൂപ്പരും വേറെ ആൾ പാർട്ട്ണറായിട്ട് തുടങ്ങിയതാണ്. അവിടെ അന്ന് പഴയ സോഫ ഒക്കെ ഈ അടവിന് കൊടുക്കും. അങ്ങനെ അടവിന് കൊടുക്കുന്ന പരിപാടി തുടങ്ങി നോക്കുമ്പോ അതിലേക്ക് സോഫയുടെ ഈ അടവിന്റെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. അങ്ങനെ ഞാൻ ആ പൈസ പിരിക്കാൻ വേണ്ടി പോയി. അന്ന് സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. സൈക്കിൾ എടുത്തിട്ട് വൈകിട്ട് ഈ പൈസ പിരിക്കാൻ പോകും. അങ്ങനെ ഈ മാസത്തിൽ നറുക്കെടുക്കും. അത് കിട്ടിയവന് പിന്നെ അടക്കണ്ട. അങ്ങനെ ബാക്കിയുള്ള വീട്ടുകാർക്കൊക്കെ ഈ സൈക്കിൾ എടുത്തിട്ട് വൈകിട്ട് പോയിട്ട് ഈ പൈസ കളക്ട് ചെയ്യും. അങ്ങനെ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ ബാക്കി സമയത്താണ് ഈ സോഫയുടെ പണി പഠിക്കുന്നത്. അഡ്രസ് നമ്മള് ലൊക്കേഷൻ വരുന്നത് പിന്നെ പട്ടാമ്പി എടപ്പാള് റോഡില് പടിഞ്ഞാറങ്ങാടിക്ക് അടുത്താണ് വരുന്നത്. കോക്കാട് സെന്റർ എന്ന് പറയും.